ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, കുടുംബശ്രീ ചേർത്ത് ഒരിക്കലും ഒരു അമ്മായിയമ്മ മരുമകൾ എന്നുള്ള ഒരു സാധാരണ പാറ്റേൺസ് കഥയല്ല. ഇതിൽ നമ്മൾ ശക്തമായ സാമൂഹിക വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ശാലിനി കളക്ടറാണ്. അപ്പൊ കളക്ടർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഒരു ചായക്കട നടത്തിയിരുന്ന ശാരദാമ്മയുടെ മകളാണ് ഇന്നത്തെ ഈ കളക്ടർ പദവിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആ പദവിയിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ യൂട്യൂബറുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ സമൂഹങ്ങളിലെ മാധ്യമങ്ങളിലൊക്കെ കാണാം. നമ്മൾ ഒരുപാട് പേരുകൾ ഇങ്ങനെ അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം. അതുപോലെ തന്നെ കോറികൾ, എത്ര കോറികളുണ്ട് അനധികൃതമായിട്ട് അവിടെ. അതുപോലെ കോളനികൾ, ഇവിടെ എല്ലാം കളക്ടർ ചെല്ലുകയാണ്. കളക്ടർ ചെന്ന് കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളിലൂടെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും വീട്ടിലുള്ള പ്രശ്നങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ നടക്കുന്ന ചില വിഷയങ്ങളുമായിട്ട് കുടുംബശ്രീ ശാരദയ്ക്ക് സാദൃശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ കഥ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് അവരുടെ കഥയായി മാറിയിരിക്കുകയാണ്. ഈ ഒരു കഥാപാത്രത്തെ ശാലിനിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താണ് ശാലിനിയെ കുറിച്ച് പറയാനുള്ളത്? ഒരുപാട് ഇമോഷണൽ ജേർണി ഉണ്ടായ ഒരു ക്യാരക്ടറാണ് ശാലിനി എന്ന് പറയുന്നത്. കാരണം തുടക്കത്തില് എല്ലാത്തിനും വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന, ഒരു തെറ്റിനും എന്താ പറയാ ഇങ്ങനെ നിന്ന് കൊടുക്കാതെ എല്ലാത്തിനും സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ശാലിനി. കോളേജ് സ്റ്റുഡന്റ് എന്നുള്ളൊരു ഏജ് ആണ്. പിന്നീട് കല്യാണം കഴിഞ്ഞ് ഒരുപാട് സാഹചര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനും ഇങ്ങനെ, പിന്നെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനും പഠിച്ച് കുറെ ഇങ്ങനെ ഫാമിലിക്ക് ആ ഒരു രീതിയിലേക്ക് വന്നു. പിന്നെ ഒരുപാട് സാക്രിഫൈസസ് ലൈഫിൽ ഉണ്ടായി. ഇപ്പൊ വളരെ സ്ട്രോങ് ആയിട്ട് ഫാമിലിക്ക് മുമ്പിലും സൊസൈറ്റിയുടെ മുമ്പിലും എല്ലാത്തിനും വളരെയധികം സ്ട്രോങ് ഒരു വുമനായിട്ട് മാറിയിട്ട്. സോ ആ ഒരു വലിയ ജേർണി വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരുപാട് എന്താ പറയാ, നമുക്ക് എപ്പോഴും ഈ ഒരു സാർ പറഞ്ഞ പോലെ തന്നെ ഒരു മരുമകൾ അല്ലെങ്കിൽ ഭാര്യ എന്നുള്ളത് മാത്രമല്ലാതെ നമുക്ക് നല്ലൊരു ഭാര്യയും നല്ലൊരു അമ്മയും കൂടെ നല്ല രീതിയിൽ ജോലിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളിന് പറ്റും എന്നുള്ളത് കൂടെ കാണിക്കുന്ന ഒരു സീരിയൽ എപ്പോഴാണെങ്കിൽ കർശനമായിട്ടുള്ള എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഇൻഡിപെൻഡന്റ് ആകാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളത് ശാലിനിയിലൂടെ കാണിക്കാൻ പറ്റും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.